എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ജിമ്മിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിയുന്നതും സാറ്റർഡേ സൺഡേ വേറെ അങ്ങനെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ജിം പോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. കാരണം 2 ദിവസം അവിടെ കഴിയും. പിന്നെ വീക്ക് ഡേയ്സിൽ ഒരു ദിവസം പോയാൽ തന്നെ ഗുഡ് ഇനഫ് ആണ്. അപ്പോൾ 2 ദിവസം പോകാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ മൊത്തം 4 ഡേയ്സ് 3 to 4 ഡേയ്സ് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ് ഇനഫ്. നമ്മളത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്നും പോകുന്നു. നമ്മളെന്നും വെയ്റ്റ് ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളതൊരു 3 or 4 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം വരുത്താനായിട്ട് അത് മോർ ദാൻ ഗുഡ് ഇനഫ് ആണ്. ഇതിൽ കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കുറച്ച് കാലം ചെയ്യും, പിന്നെ ബ്രേക്ക് എടുക്കും, പിന്നെ ചിലപ്പോൾ 3 ദിവസം എന്നുള്ളത് 2 ദിവസമാകും. പിന്നെ നമ്മളൊരു പ്ലാൻ ചെയ്യാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോസ് നോക്കി എന്തൊക്കെ മെഷീനാണ് ഒഴിവുള്ളതെന്നൊക്കെ നോക്കി അങ്ങനെ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാനിങ്ങനെ പലരും ജിമ്മിൽ ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷേ നമ്മളൊരു കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ ഒരു ദിവസം ഒരു ലെഗ് ഡേ അല്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി അങ്ങനെ കറക്റ്റ് നമ്മൾ വർക്കൗട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മുടെ ഗോൾ എന്താണോ അതനുസരിച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ChatGPT-നോട് ചോദിച്ചാൽ ChatGPT തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു റൂട്ടീനൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഞാൻ കുറച്ചൊരു എന്താ പറയുക ഒരു ഫങ്ഷണൽ ട്രെയിനിങ് എന്നൊക്കെ പറയില്ലേ, മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി അതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡീപ്പ് സ്കോട്ടില്ലേ, അതായത് നമ്മൾ ഫുൾ സ്കോട്ട് ചെയ്യുക, അത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 3 സെറ്റ്, അതുപോലെ ഡീപ്പ് ലഞ്ചസ് അതും ഒത്തിരി നല്ലതാണ്. നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് മെയിനായിട്ട് നമ്മുടെ ഒരു മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിരുന്നു. നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ടിനെ ഇങ്ങനെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുക, അത് അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ, ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ ലവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുടെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയാണ്. നമുക്ക് പെയിനാണ് നമ്മൾ ഈ എടുക്കുന്ന ഓരോ മൂവ്മെൻറ്റും, നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ പെയിനാണ്, സ്ട്രെസ്സാണ്, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ ഒരു സാധാരണ ഡേ ടു ഡേ ലൈഫിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. ആൻഡ് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നമുക്കത് ഫീൽ ചെയ്യും. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എത്ര എനർജറ്റിക് ആണ്, ഓരോ കാര്യങ്ങളും നമുക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോകുമ്പോൾ കുറേ നടക്കാനുണ്ടാവും, അങ്ങനെ ചിലപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകുന്ന പോലത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു വർക്കൗട്ട് റൂട്ടീൻ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു എനർജറ്റിക് ആയിരിക്കും പൊതുവേ. ആൻഡ് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണം. ഇപ്പോൾ ജിമ്മിൽ വരുന്നവരാണെങ്കിലും അധികം പേരും ട്രെഡ്മില്ലിൽ, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ പോകുന്നവർ കാർഡിയോ ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യുക. കാർഡിയോ വേണം, പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ വെയ്റ്റ് ട്രെയിനിങ്ങിനാണ്. കാരണം നമ്മൾ ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മസിൽ ലോസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വെയ്റ്റ് ട്രെയിൻ ചെയ്യുക, റിച്ചായിട്ട് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മസിൽ ലോസിൻ്റെ സ്പീഡൊക്കെ കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആക്കുക. നമുക്ക് വേണ്ടി തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. സോ ഇനിയും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് നമുക്കതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ആൻഡ് ഇതൊരു സ്ലോലി വി വിൽ ഫോൾ ഇൻ ലവ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാനാണെങ്കിലും വർക്കൗട്ട് കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ മേ ബി കഴിഞ്ഞ ഒരു 2 വർഷമൊക്കെ ആയിട്ടാണ്. കഴിഞ്ഞ വർഷം പറയുമ്പോൾ ഇടയ്ക്ക് പിന്നെയും കുറേ ബ്രേക്സൊക്കെ വന്നങ്ങനെ. പിന്നെ ഇതിങ്ങനെയാണ് നമ്മുടെ ലൈഫല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് വിചാരിക്കുന്ന പോലെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ബ്രേക്ക് വരും. പക്ഷേ ഞാനിപ്പോൾ എന്ത് ബ്രേക്ക് വന്നാലും എന്ത് വന്നാലും ഐ വിൽ ഗെറ്റ് ബാക്ക്. കാരണം ഇതെൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ആണ്. എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. വർക്കൗട്ട് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ഷെയർ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ഇതിലെന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൾമോസ്റ്റ് ദർ. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അത് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ കസിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പരിപാടികളാണ്. ഞാൻ കുറച്ച് കായത്തോരൻ, നമ്മുടെ ഇവിടെ പഴം കിട്ടില്ലേ, ഒരു റോബസ്റ്റ പഴമാണ് ഇവിടെ, അതിന് കാവൻഡിഷ് എന്നാണ് പറയുന്നത്. അതിൻ്റെ തന്നെ പച്ചക്കായ, നമ്മുടെ നേന്ത്രക്കായൻ്റെ അത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല.
പണ്ട് നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് നേന്ത്രക്കായ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമായിരുന്നു ഈ ഒരു നേന്ത്രക്കായ കൊണ്ടുള്ള തോരൻ ആ ഒരു സമയത്ത്. ഇപ്പോഴും പച്ചക്കായ കൊണ്ടുള്ള തോരൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മളങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റം ഒന്നും അല്ല കേട്ടോ. ഇന്നെന്താണെങ്കിലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സാധാരണ തോരൻ വെക്കുന്ന പോലൊക്കെ തന്നെയാണ്, അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം കുഞ്ഞുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. മമ്മിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. എനിക്ക് പൊതുവേ ഈ ചതക്കൽ പരിപാടികൾ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ കറിവേപ്പില ഇട്ടില്ലായിരുന്നു, അപ്പോൾ കറിവേപ്പില ഇട്ടു. അതുപോലെ ഒരു 2 ഉണക്കമുളക് ഇതുപോലെ 2ആക്കി ഒന്ന് മുറിച്ചിട്ട് അതും കൂടി ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കായ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പച്ചക്കായ ഒരു ക്യൂബ് പോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിപ്പോൾ വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് അങ്ങനെയാണ് തോരൻ വെക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കായ അരിയുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കറ ഇങ്ങനെ പറ്റിപ്പിടിക്കും. ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇത് പെട്ടെന്ന് വേകും, ഒത്തിരി വേവൊന്നുമില്ലേ കായ്ക്ക്. അതിനുശേഷം ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഞാനിതിലോട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ ഒതുക്കി ഇത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കുക. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് കുക്കാവും, നല്ല യമ്മിയാണ്. അങ്ങനെ കായ, ഇവിടുത്തെ പച്ചക്കായ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണ്. നമുക്ക് ആ നേന്ത്രക്കായുടെ ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരു കായത്തോരൻ കഴിക്കുന്ന സുഖമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കി. നമ്മുടെ ട്യൂണയാണ്, ഞാനത് ഈ പറയും പോലെ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ചധികം മേടിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഫ്രീസറിലൊക്കെ മീനുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ മീൻകറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എടുത്ത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി റെഡിയായി. പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി. സിമ്പിൾ സാധാരണ സാമ്പാറാണ്, ഞാൻ അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാമ്പാറിൽ കുറച്ച് മല്ലിച്ചപ്പിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസ്. ഇവർ ആക്ച്വലി കുറച്ച് നേരത്തേക്ക് ഒരു ക്വിക്ക് വിസിറ്റാണ് കേട്ടോ. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വന്നു, 2 മണിയൊക്കെ ആയപ്പോൾ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഓർത്തിട്ട് അതൊക്കെ മറന്നുപോയി. എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനും മക്കൾസും കൂടെ നമ്മുടെ അടുത്തുള്ള മാളിലൊന്ന് പോയി. ആക്ച്വലി എൻ്റെ ഒരു 2 ഫ്രണ്ട്സുമായിട്ടൊരു കോഫി ക്യാച്ചപ്പാണ് മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ ഇവരെയും കൂടെ കൂട്ടിയതാണ്. അനീഷ് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവരെനിക്കങ്ങനെ തന്നെ വീട്ടിലിരുത്താൻ കുഴപ്പമൊന്നുമില്ല, ഇരുന്നോളും. അപ്പോൾ അവരും പറഞ്ഞു ബോബാറ്റിയൊക്കെ മേടിച്ച് തരാണെങ്കിൽ അവർ വരാമെന്ന് പറഞ്ഞു. അവർ ചെറിയ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ കറങ്ങി നടക്കും. പിന്നെ അവർക്കൊരു കിഡ്സ് കാർഡ് ഉണ്ട്, അതിന് $20 ഒക്കെയാണ് ലിമിറ്റ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ അവർക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം അങ്ങനെ. പിന്നെ ഇവിടെ സ്വരോസ്കിയിൽ ഒരു ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംവൺ വെരി സ്പെഷ്യൽ. അപ്പോൾ ഞാനങ്ങനെ അത് മേടിച്ചു. അപ്പോൾ ഞാൻ അവരോട് എൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ അവർ ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ 1-2 പിക്ക് ചെയ്തിട്ട് പിന്നെ അവരത് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെയാണ് ഇത് മേടിച്ചത്. ഭയങ്കര ഫ്രണ്ട്ലി കസ്റ്റമർ സർവീസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മെക്കയിലൊക്കെ കയറി അങ്ങനെ കുറേ നേരം കറങ്ങി നടന്ന് നമ്മൾ കണ്ടതിൻ്റെ ഒരു ആവശ്യത്തിൽ പിന്നെ കോഫി ക്യാച്ചപ്പിൻ്റെ ഒരു വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, ആകെ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് നാളെ വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. നാളെ രാവിലെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട അതേ മുട്ടക്കറിയാണ്, അതാണിപ്പോൾ ഇവിടെ മക്കൾസിനൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി ഒരുവിധം റെഡിയാക്കി വെക്കും. അപ്പോൾ രാവിലെ ജസ്റ്റ് ചൂടാക്കിയാൽ മതി. പിന്നെ മക്കൾസിന് കുറച്ച് ഫ്രൈഡ് റൈസാണ്, അപ്പം റൈസ് ഉണ്ട്. ഞാൻ അതിന് കുറച്ച് വെജിറ്റബിൾസ് ബട്ടറിൽ സോട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ക്യാരറ്റും ഉള്ളിയാണ്. ഈ മക്കൾസ് വെജിറ്റബിൾസ് കഴിക്കാത്തത് നമ്മുടെ പലരുടെയും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ ട്രൈ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിടും. അപ്പോൾ അവർക്കങ്ങനെ പെറുക്കിക്കളയാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എല്ലാം കഴിക്കാതിരിക്കുവാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ചില വെജിറ്റബിൾസൊക്കെ അല്ലേ മാറ്റി വെക്കുന്നത് ഇറ്റ്സ് ഓക്കെ. നമ്മളും അങ്ങനെയല്ലേ, നമുക്കും ചില സാധനങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ എല്ലാം കഴിക്കണമെന്ന് ഭയങ്കര വാശി പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരുവിധം ഞാൻ വിചാരിക്കും 70-80% സാധനങ്ങളൊക്കെ കഴിക്കുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാനീ പറയും പോലെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വെജിറ്റബിൾസും മാറ്റി വെക്കാറില്ല. പക്ഷേ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ അവർ കഴിച്ചോളും. പിന്നെ ഞാൻ കുറച്ച് ക്യാബേജ് ഇങ്ങനെ അരിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന ഒരു 3-4 ഡേയ്സ് കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിനൊക്കെ ക്യാബേജ് ഇടുമ്പം നല്ലൊരു ഫ്ലേവറാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരുവിധപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ആഡ് ചെയ്യും. ഫ്രൈഡ് റൈസ് അതുപോലെ പാസ്ത, ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ വെജിറ്റബിൾസ് ലോഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അവരതുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
പിന്നെ ഈ ഒരു സ്ലൈസ്ഡ് മഷ്റൂംസ് നമുക്ക് കോൾസിലൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് നമ്മൾ കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ സ്ലൈസൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ലേ ഡയറക്റ്റായിട്ടങ്ങ് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ അതൊന്ന് കഴുകി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും പെപ്പറും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നാളെ ഇനി റൈസ് ഇട്ട് ചൂടാക്കുമ്പോൾ കുറച്ച് സോയ സോസും കുറച്ച് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ബട്ടർ ചിക്കൻ ഉണ്ട്. അപ്പം ഞാൻ ഒരു ലെയർ റൈസ് ഒരു ലെയർ ബട്ടർ ചിക്കൻ അങ്ങനെയാണ് ഇവർക്ക് കൊടുത്തു വിടാറുള്ളത്. തെർമോസിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവർക്ക് ഡിന്നറിന് ഇന്ന് ഞാൻ പൊറോട്ടയും നാളെ ലഞ്ചിന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കൊടുക്കുന്ന അതേ ബട്ടർ ചിക്കനും ഉണ്ട്. ഇവർക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ സാധാരണ ഡിന്നറിന് അങ്ങനെ പൊറോട്ട കഴിക്കാറില്ല. പൊറോട്ട തന്നെ ഇപ്പോൾ കഴിക്കുന്ന ഭയങ്കര കുറവാണ്. ഇത് മലബാർ ട്രീറ്റ്സിൻ്റെ ആണ്. അത്യാവശ്യം നല്ലതാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരിട്ട് ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് ഇതുപോലെ പാനിലൊന്ന് നന്നായിട്ട് ചൂടാക്കി മുരിച്ചെടുക്കും. ഇതങ്ങനെ ഡ്രൈ ഒന്നും ആയി പോകത്തില്ല. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലുള്ളത് കൊണ്ട് നല്ല യമ്മി ആൻഡ് സോഫ്റ്റ് ആണ്. നമ്മൾ നാട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് പൊറോട്ട അടിച്ച് കഴിക്കുന്ന ആ ഒരു സുഖം കിട്ടില്ല. എന്നാലും ഇറ്റ്സ് റിയലി ഗുഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതിങ്ങനെ നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ നല്ല രസമായിട്ട് അതങ്ങനെ വരും. ഇവർക്കാണെങ്കിലും ഇതങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പം ഒരു കഷ്ണമൊക്കെ എടുത്ത് ടേസ്റ്റ് നോക്കും. കണ്ടോ, നല്ല അടിപൊളി പൊറോട്ടയാണ്. ഇവരുടെ നല്ലതാണ്. പിന്നെ ഒരു കോഴിക്കോടൻസ് എന്ന് പറഞ്ഞിട്ട് അതും നല്ലതാണ്. അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും ഭയങ്കര മോശമായി തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ ഏതാണോ ഉള്ളത് അതങ്ങ് മേടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബട്ടർ ചിക്കൻ ഞാനൊരു 2 ദിവസമൊക്കെ മുന്നേ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അത് ചൂടാക്കുക, എന്നിട്ട് അത് ഫിനിഷ് ചെയ്യുക. ഇനി ബാക്കി ഉണ്ടെങ്കിൽ അത് ഈ ഇരിക്കുന്ന വലിയ പാത്രത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. ആ ചൂടാക്കിയ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ടൈം എടുക്കുമ്പം അത് ആദ്യം എടുത്ത് യൂസ് ചെയ്യുക. നമ്മൾ കഴിയുന്നതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയ ആ ഒരു പോർഷൻ അപ്പം തന്നെ അങ്ങ് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആ ഒരളവിൽ നമ്മൾ ചൂടാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മക്കൾസിൻ്റെ ഡിന്നർ. ഞാൻ പിന്നെ ഈ ഒരു ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് ക്യുക്കുംബറും അങ്ങനെ കഴിച്ചു. ഇന്നിപ്പം പുറത്ത് പോയിട്ട് പിന്നെ കോഫിയും അതിൻ്റെ കൂടെ സ്നാക്സും അങ്ങനെ അത്യാവശ്യം ഫുഡടി ആയിരുന്നല്ലോ. അപ്പം ഡിന്നറൊക്കെ അവർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഷീനിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഷീനിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നും. ഇപ്പോൾ ഭയങ്കര കുറവാണ്. കുറേ കാലം കൂടിയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത്. ഈ ഷീനിൽ അത്യാവശ്യം നല്ല വിലക്കുറവാണ്. പക്ഷേ നമ്മൾ പകുതി സാധനങ്ങളെങ്കിലും നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഒത്തു എന്നുള്ളൊരിതാണ്. ഇപ്പം നമ്മൾ ഡ്രസ്സാണെങ്കിൽ ഒരു 4 എണ്ണം മേടിച്ചാൽ 2 എണ്ണം മിക്കവാറും വലിയ കുഴപ്പമുണ്ടാവില്ല, 2 എണ്ണം റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിച്ചിട്ടാണ് മേടിക്കാറ്. പിന്നെ അവരുടെ റിട്ടേൺ പോളിസിയൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ റിട്ടേൺ ലേബിൾ പ്രിൻറ്റ് ചെയ്യുക, അതൊട്ടിച്ച് കൊണ്ടുപോയി റിട്ടേൺ ചെയ്താൽ വേറെ എക്സ്ട്രാ ചാർജും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുണ്ട്. പിന്നെ സേറയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നല്ല ചീപ്പാണ് കേട്ടോ. നമുക്ക് ക്രാഫ്റ്റ്, അതുപോലെ ബർത്ത്ഡേ ഡെക്കർ, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഭയങ്കര ചീപ്പായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ടിങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ എന്തെങ്കിലും കുറേ തട്ടുമുട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ തോന്നുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്കേർട്ട്, ഈ ഒരു സാറ്റിൻ സ്കേർട്ടില്ലേ, ഇതിന് $18 ഉള്ളൂ ഇതിന്. ആക്ച്വലി ഇത് കണ്ടാൽ ഇതിന് വാഷ് ചെയ്യുമ്പോൾ എന്താവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കാണാൻ നല്ല രസമാണ്, നല്ല ക്ലോത്താണ്. പക്ഷേ ഞാനിത് റിട്ടേൺ ചെയ്യാണ്. കാരണം ഇത് ശരിക്കും എനിക്ക് ഫുൾ ലെങ്ത്ത് പോലെയാണ്. ഞാനൊരു 3-4 മുട്ടിൻ്റെ താഴെ വരെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഒരു ഫുൾ സ്കേർട്ട് പോലെയാണ്. പക്ഷേ നല്ല മെറ്റീരിയൽ, നല്ല കളർ, നല്ല ഫിറ്റിംഗ്. ഇവിടെ ഷോപ്സിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 40-50. ഞാൻ യൂണിക്ലോയിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ $50 ആയിരുന്നു. $50 ഇതൊക്കെ നമ്മൾ വൺസിൻ്റെ വയലൊരു കൗതുകത്തിനൊക്കെ ഞാനിത് ഇടാറുള്ളൂ. അല്ലാതെ നമ്മുടെ ഇപ്പോൾ ഒരു പാൻസൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. കാരണം അത് എൻ്റെ എപ്പോഴും ഗോ ടു സാധനമാണ്. പക്ഷേ ഈ സ്കേർട്ടൊന്നും അങ്ങനെയല്ല. നമ്മളങ്ങനെ വല്ലപ്പോഴും ഇടുന്ന സാധനങ്ങൾക്ക് ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യാൻ എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ മേടിച്ച് നോക്കിയതാണ് കേട്ടോ. ഈ ഒരു ജമ്പർ എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്ന പോലത്തെ നല്ല തിക്ക് മെറ്റീരിയലാണ്. ഇവിടെ ഷോപ്സിലൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ഭയങ്കര കളർഫുൾ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കുറേ ഡിസൈൻ അങ്ങനെയൊന്നും കാണാറില്ല. പക്ഷേ ഷീനിലാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡിസൈനും പല പല വെറൈറ്റിയാണ്. പിന്നെ ചില സാധനങ്ങൾ ശരിക്കും നല്ലതാണ് കേട്ടോ, കുറേ നാൾ നിൽക്കും. പിന്നെ ഞാൻ മെയിനായിട്ട് മേടിക്കുന്ന ഒരു ഐറ്റം ഇയറിങ്സ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ നല്ല രസമുള്ള ഇയറിങ്സ് കിട്ടും കേട്ടോ. ഇതൊക്കെ $3-4 ഇതിൻ്റെ കളറൊന്നും പോവില്ല. നല്ല രസമായിട്ട് അത് വർഷങ്ങളോളം ഇരിക്കുമെന്ന് പറയാം. കാരണം ഇപ്പോൾ ഒരു 3 വർഷമൊക്കെ മുന്നേ മേടിച്ച് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കുറച്ചെണ്ണം ഞാൻ മേടിച്ചു, കുറച്ചെണ്ണം സേറ മേടിച്ചു. നല്ലതല്ലേ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ. കുറച്ച് ചെറിയ ഇയറിങ്സ് ആണ്. പിന്നെ ഇങ്ങനത്തെ സ്റ്റഡ് ഇയറിങ്സ് ഇല്ലേ, നല്ല രസമുണ്ട്, നല്ല സ്റ്റോണൊക്കെ ആയിട്ട്. കണ്ടാൽ നമുക്കങ്ങനെ ഒരു ചീപ്പാണെന്ന് തോന്നില്ല. ഇതിനെല്ലാം $3-4, ഈവൻ ബിലോ 3 ഉണ്ട്. പക്ഷേ ഒരു $3-4 ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പം നമ്മുടെ ജുംക്കില്ലേ, അങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഇയറിങ്സും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു മേടിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് ആക്ച്വലി കുറച്ച് വലുതാണ്. ഞാൻ ഇത്രയും വലുതൊക്കെ ഇടുമോയെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ സാധാരണ ജുംക്ക പല കളറിലുള്ളത് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു വള പോലത്തെ ഒരു സംഭവം, ഇത്രയൊക്കെ ഞാൻ മേടിച്ചുള്ളൂ. പിന്നെ ഈ ഒരു അക്സസറീസിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലത്തെ അക്സസറീസ്, പിന്നെ ഹെയർ ബാൻഡ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ റിട്ടേൺ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ റിട്ടേൺ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പത്തിനുള്ള മാവ് അരച്ച് വെക്കാം. ഇനിയും നല്ല സോഫ്റ്റ് അപ്പം കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇളം ചൂടുവെള്ളം എടുക്കുക, അതിലോട്ട് 1 സ്പൂൺ പഞ്ചസാര ഇടുക, എന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് നല്ല പതഞ്ഞ് പൊങ്ങി വരും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് മേക്ക് ഷുവർ നമ്മുടെ ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല ഈസ്റ്റ് ആണെങ്കിൽ എന്താണെങ്കിലും നല്ല അടിപൊളി അപ്പം കിട്ടും. ഞാൻ ഇഡ്ലി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് കുറച്ച് നമ്മുടെ കുക്ക്ഡ് റൈസ്, ഈ ചോറ് ആഡ് ചെയ്യുമ്പം അതും കൂടുതലാകാൻ പാടില്ല. അത് കൂടുതലായാലും നമുക്ക് അപ്പം നല്ലൊരു ടെക്സ്ചറിൽ വരത്തില്ല. പിന്നെ കുറച്ച് തേങ്ങ, ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണ് അരച്ച് വെക്കുന്നത്. പഞ്ചസാര ഓൾറെഡി നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടാണ് അരച്ച് വെക്കാറുള്ളത്. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് കണ്ടോ, നമ്മുടെ ഈസ്റ്റ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല അപ്പം കിട്ടും. അപ്പം ശരിയാകാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ തണുപ്പുള്ളപ്പോഴാണെങ്കിലും ഞാൻ വേറൊന്നും ചെയ്യാറില്ല. കാരണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കര തണുപ്പാകുന്നില്ലല്ലോ. പിന്നെ ഞാൻ ആ സ്റ്റൗവിൻ്റെ ഏരിയയിൽ അങ്ങനെ വെക്കും. എപ്പോഴും അപ്പം നല്ല പൊന്തി പുളിച്ച് വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരയ്ക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല അപ്പത്തിൻ്റെ ബാറ്റർ കിട്ടും. ഇത് നെക്സ്റ്റ് ഡേ ഞാൻ അപ്പത്തിൻ്റെ മാവ് ഒന്ന് കാണിച്ചതാണ്. നല്ല അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാവ് അരച്ച് വെച്ചാൽ എന്താണെങ്കിലും നല്ല പുളിച്ച മാവ് വരും. ഇനിയും അപ്പം ശരിയാകാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നല്ല അടിപൊളി അപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പവും നമ്മുടെ മുട്ടക്കറി, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫേവറേറ്റ്, പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഈ ഒരു എഗ് കറീൻ്റെ കംപ്ലീറ്റ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഇന്നൊരു 8:30 ആയിട്ടോ. കാരണം നമ്മൾ പുറത്ത് പോയില്ലായിരുന്നു. പുറത്ത് പോയി വന്നപ്പോൾ തന്നെ ഒരു 5:30 ആയി. അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിലൊക്കെ കയറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റായി. എന്നാലും 8:30 ആയപ്പോഴത്തേക്കും ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത്, ഞാൻ ഓരോ ദിവസവും ഓരോ പോലെയാണ്, എന്നാലും കുറച്ച് നേരമെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു സീരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു TV-യിൽ കാണുന്നത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം ഡെഫിനറ്റ്ലി കാണും. പിന്നെ നല്ല സീരീസ് ഒക്കെ ആണെങ്കിൽ ഒരു എപ്പിസോഡ് ഫുള്ളൊക്കെ കാണും. അങ്ങനെ റിലാക്സ്ഡ് ഈവനിങ്സ് ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.